പടം ഒരു രക്ഷയില്ല. ബേബി ഗേൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടോ. ഇത് സൂപ്പർ ഗംഭീര ത്രില്ലിംഗ് ആണ്. ഈ പടം ഇവർ പ്രൊമോട്ട് ചെയ്ത് തന്നെ ട്രാഫിക്കിൻ്റെ മേക്കേഴ്സ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മാജിക് ഫ്രെയിംസിൻ്റെ ഫസ്റ്റ് ഫിലിം ട്രാഫിക് നമുക്കറിയാം. ഇത് മലയാള സിനിമയിൽ ഇതുവരെയുള്ള ഒരു സിനിമയുടെ ഒരു ഗ്രാമർ തന്നെ തെറ്റിച്ചെടുത്ത ഒരു സിനിമയാണ് ട്രാഫിക്. ആ ഒരു ലെവലിൽ തന്നെ തുടക്കം മുതൽ ഇതുവരെ ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് സസ്പെൻസ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സാംസിയസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല, ഗംഭീരമായ. അതായത് ഇൻ്റർവെല്ലായത് നമ്മൾ അറിഞ്ഞില്ല. ഫസ്റ്റ് 1 hour മാത്രമേ ആ ഒരു ഫസ്റ്റ് ഹാഫ് വരുന്നുള്ളൂ. വളരെ ചെറിയ ടൈം ലൈനാണ്. അതിനകത്ത് വേറെ പരിപാടി ഡൈവേർട്ട് ചെയ്ത ഒന്നുമില്ല. ആ അന്വേഷണം അത് കൂടുതൽ അതിൽ കഥയിൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാൻ പറ്റില്ല, സ്പോയിലറായി പോകും. എന്നാലും കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമുക്കിത് നിവിൻ പോളിയാണ് ഹീറോ എന്നറിയാം, പക്ഷേ നിവിൻ പോളിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഹീറോയിസോ ഒന്നുമല്ല പരിപാടി. കഥയാണ് ഇതിനകത്ത് മെയിൻ. ഗംഭീരമായ എഴുത്താണ്. അതെ 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 സാധാരണ നമ്മളൊരു ഫാമിലി കോമഡി ജോണറല്ല, ഇതൊരു ത്രില്ലർ. ബോബി സഞ്ജയ് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാഫിക്, അതുപോലെ തന്നെ മുംബൈ പോലീസ്, അതുപോലെ ഒരു സെക്കൻഡ് പോലും കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എഴുത്താണ്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള എഴുത്താണ് അത്. പിന്നെ അഭിമന്യു തിലക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് റോളിൽ. പിന്നെ എല്ലാവരും അഭിനയിച്ച എല്ലാവരും, ഇപ്പോൾ ലിജോ മോള്, സംഗീത്, വലിയൊരു കാസ്റ്റ്. എല്ലാവരുടെയും ബെസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആദ്യ പടവും ഗരുഡൻ എന്നുള്ള പടം, അതും ഇതുപോലെ തന്നെ പോലീസ് സ്റ്റോറി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നല്ല മേക്കിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. അപ്പോൾ ഫാമിലി കോമഡിയിൽ നിന്ന് മാറിയിട്ട് ഇതിനകത്ത് നീമ്പോളി ഒരു ത്രില്ലർ ജോണറിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിലും ഗംഭീര കൈയടക്കത്തോടെ ആ റോള്, കുറച്ചൊരു ഏജ്ഡ് ആയിട്ട് ഗ്രേ ഹെയറൊക്കെ ആയിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. ആ ലുക്കിലും അഭിനയത്തിലുള്ള ആ ഒരു മാറ്റിപ്പെടുത്തവും സിനിമയുടെ എൻജോയ്മെൻറ്റിനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ ഈ കഥയാണ് ഇതിലെ മെയിൻ ഹീറോ. അപ്പോൾ ആ ഒരു സീറ്റ് എഡ്ജായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില്ലർ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നിവിൻ്റെ വക അടുത്തൊരു ഗംഭീര ഹിറ്റായിരിക്കും ഈ സിനിമ എന്നാണ് പ്രതീക്ഷ. അതെ അതെ, നിവിൻ തുടരെ ആ ഒരു ലെവലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത് ഏത് സമയത്ത് ഇപ്പോൾ സർവ്വമായയ്ക്ക് ശേഷമാണോ സിനിമ ചെയ്തത് അതൊന്നും നമുക്കറിയില്ല. എന്നാലും ആ വെറൈറ്റി പിടിച്ചത് എന്തുകൊണ്ട് നന്നായി. എല്ലാതരം കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുക. കഥ തന്നെയാണ് മെയിൻ ഹീറോ. നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള എഴുത്ത്, നല്ല ത്രില്ലർ. ഈ പടത്തിന്റെ ഏറ്റവും വലിയ മോഡന്റെ ബിജിഎം ആണ്. നല്ല രീതിയിൽ മീറ്റർ കയറിനടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇന്റർവെല്ലൊന്നും ആവണം നമ്മൾ അറിയില്ല. അതുപോലെ ത്രില്ലിങ് ആയിട്ട് സീറ്റ് എഡ്ജ് ത്രില്ലിംഗ് ഇല്ലേ എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് ഒരു നല്ല മീറ്ററിൽ കൊണ്ടുവരും. നിവിൻ പോളി നല്ല കൈയടക്കത്തോട് കൂടി കിട്ടിയ കഥാപാത്രം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് വലിയ ഒരു താരപരിവേഷമുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ എല്ലാവരും സൂപ്പറായിട്ട്. അഭിമന്യു ഗംഭീരമായിട്ടൊരു പോലീസ് കഥാപാത്രം ആൾ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പടത്തിൻ്റെ മ്യൂസിക്കാണ്. നല്ല വാല്യൂ ഉള്ള, നല്ല കോണ്ടന്റ് ഉള്ള, നല്ല ബിജിഎം ത്രില്ലിംഗ്. പടം ഒരു രക്ഷയില്ല. ബേബി ഗേൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കണ്ടോ. ഇത് സൂപ്പർ സസ്പെൻസ് പടമാണ്. അതായത് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ സെറ്റ് ഇത് കാണണം തീർച്ചയായിട്ടും. കാരണം ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇത് കാണണം. പ്രായപൂർത്തിയാകാത്ത ഒരുപാട് പെൺകുട്ടികൾ എങ്ങനെയാണ് ഗർഭിണികളാകുന്നത്, അത് എങ്ങനെ സംഭവിക്കുന്നു, അവരുടെ തെറ്റാണോ എന്ന് പരിശോധിച്ച് നോക്കുക. ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ യുവത്വങ്ങൾ വന്ന് സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. അത്ര നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഇനി ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് തോന്നാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നിവിൻ പോളി എന്ന് പറയുന്ന നടൻ, നമ്മളുടെ ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു നടൻ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ല പെർഫോമറാണ്, അത്ര നല്ല ഗംഭീര ആക്ടറാണ്. നമുക്കറിയാം ട്രാഫിക് പോലത്തെ മികച്ച സിനിമയുടെ റൈറ്ററാണ് ഈ സിനിമ റൈറ്റ് ചെയ്തേക്കുന്നത്. ഇനി യുവത്വങ്ങൾ ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഇനിയെങ്കിലും ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ പോകുമ്പോൾ അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. അത് എങ്ങനെ പറ്റുന്നു എന്നുള്ള യുവാക്കളും യുവതികളും കാണുക ഈ സിനിമ. കാരണം അങ്ങനെയാണ് ഈ നാടിനെതിരെ ഇങ്ങനെ സംഭവിക്കുന്നത്. നാട്ടിൽ മക്കളെ വിട്ട് പഠിപ്പിക്കുന്ന അച്ഛനമ്മമാരും ഇതൊന്ന് കാണുക, ഈ സിനിമ ഒന്ന് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്തിട്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുക. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല അടിപൊളി പടം, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല സ്ക്രിപ്റ്റ്, നല്ല അഭിനയം, എല്ലാം ഡയറക്ഷൻ അടിപൊളി, എല്ലാം ഇതുവരെ നല്ലതാണ്. ട്രെയിലർ കണ്ടുപോലെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ഉയർന്നാണ്. നല്ല ട്വിസ്റ്റുകളുണ്ട്. മറ്റേ അരുൺ വർമ്മയുടെ ഡയറക്ഷൻ സൂപ്പറാണ്. നിവിൻ പോളി കണ്ട പഴയ ഒരു ലാലേട്ടൻ സ്റ്റൈൽ ഷാനഖാൻ കഥാപാത്രം. ജാഫർ ഇടിക്കാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീത് പ്രതാപ് മറ്റേ ലിജോ മോൻ ചെയ്തിട്ടുണ്ട്. ഒരു ടെസ്റ്റിൽ നിൽക്കുകയാണ് ഇൻ്റർവെൽ. സെക്കൻഡ് ഹാഫ് കണ്ടു പറയാം. ഇതുവരെ പടം നല്ലതാണ്. ഒരു ത്രില്ലറാണ്. ട്രെയിലർ എങ്ങനെ കണ്ടു അതേപോലെ തന്നെയാണ്. പ്രതീക്ഷിച്ച എന്ത് പ്രതീക്ഷിച്ചു അതേപോലെയാണ്. സെക്കൻഡ് ഹാഫ് കണ്ടു പറയാം.